ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഈ വർഷം KTയുടെ അണ്ടറിൽ ബിടെക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ അടിപൊളി മാറ്റങ്ങളുമായിട്ടാണ് ഈ വർഷം KTU ബിടെക് 2024 പുതിയ സ്കീം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് 2019 സ്കീമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം മുതൽ പുതിയ സ്കീം ആൻഡ് സിലബസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ വരുന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ എല്ലാ ബ്രാഞ്ചിലുള്ളവരും ഫസ്റ്റ് ഇയറിൽ കോമൺ ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് പഠിക്കാറുണ്ട്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ സി പ്രോഗ്രാമിംഗ്, മെക്കാനിക്സ്, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോമൺ ആയിട്ടായിരുന്നു എല്ലാ ബ്രാഞ്ചുകാർക്കും ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ നമ്മളുടെ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലും ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് പിന്നീട് അവരുടെ കോർ സബ്ജക്റ്റിൽ ഈ ബേസിക് സബ്ജക്ട്സിന്റെ ആപ്ലിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ബേസിക് സബ്ജക്ട്സ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പിന്നീടുള്ള സെമിസ്റ്ററുകളിലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇൻഡസ്ട്രിയിലും ചേഞ്ചസ് വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മളുടെ എഞ്ചിനീയറിംഗ് പഠനം. അപ്പൊ നമ്മൾ മുന്നേയുള്ള ടെക്നോളജീസും കാര്യങ്ങളും തിയറിയും ഒക്കെ പഠിച്ചു പോയത് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ക്യാമ്പസിൽ നിന്ന് ഒരു കരിയറിലേക്ക് പോകുന്ന സമയത്ത് അത് എന്താണോ ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള സബ്ജക്ട്സും സ്കിൽസുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പുതിയ സിലബസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റിലവന്റ് അല്ലാത്ത കുറെ അധികം ടോപ്പിക്സും സബ്ജക്ട്സും ഒക്കെ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് ആദ്യം വന്നത് 2015 സ്കീമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് 6 മോഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത് ഒരു സബ്ജക്റ്റില്. പിന്നെ 2019 സ്കീം വന്നപ്പോൾ അത് 5 മോഡ്യൂൾസ് ആയി മാറി. അപ്പൊ മേ ബി ഈ വർഷം ചിലപ്പോൾ മോഡ്യൂൾസിന്റെ നമ്പറിലും എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഏറ്റവും വലിയ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ വർഷം മുതൽ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, അതായത് S7 S8 എന്ന് പറയുന്നത് കൂടുതൽ ടൈം ഇന്റേൺഷിപ്പിനും പ്രോജക്റ്റിനും വേണ്ടി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു സ്കീം വരെ നമുക്ക് S7 S8 പ്രോജക്റ്റ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നമുക്ക് സബ്ജക്ട്സും പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഈ പുതിയ 2024 സ്കീം വരുമ്പോൾ അതിൽ നമുക്ക് ഇന്റേൺഷിപ്പിനും അതേപോലെ തന്നെ പ്രോജക്റ്റിനും ഒക്കെ കുറച്ചും കൂടുതൽ സമയം വന്ന് പേപ്പേഴ്സ് ഒരു പക്ഷേ നമുക്ക് അധികം വരാത്ത രീതിയിലായിരിക്കും നമ്മുടെ സിലബസ് വരിക. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ഒരു പുതിയ മുഖം തന്നെയാണ് തരുന്നത്. അപ്പൊ ഈ ഒരു പുതിയ പാഠ്യപദ്ധതി നമുക്ക് ഇനി KTയുടെ അണ്ടറിലെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നമുക്കറിയാം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഈ പറഞ്ഞ ഒരു തേർഡ് ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയറിലൊക്കെയാണ് വരിക. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പുതിയ മാറ്റങ്ങളൊക്കെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 4 വർഷം ബിടെക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണോ ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യം അതിനുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു സ്കീം ആൻഡ് സിലബസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതാണ് നമ്മൾ ഇനി ഈ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്. ഇതുപോലെയുള്ള ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഒപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു ചാനലിലും നമ്മുടെ ലേണിനോ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം നമ്മുടെ ലേണിനോ ആപ്പും ഡൗൺലോഡ് ചെയ്യാം. താങ്ക്